क्या है बोलो ദാണ്ട് കൊച്ചു കള്ള ഒളിച്ച് പേടിച്ചിരിക്കുന്നു വെറുതെ പേടിച്ചെണ്ണ നമുക്ക് ഈ പച്ചക്കറിൽ ട്രൈ ചെയ്ത് നോക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പം ഇന്ന് ഡേ 2 ഓഫ് കേദാർകന്ദ് വ്ളോഗാണ് ഗൈസ്. അപ്പം ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് ഈ ഡേ ഫുള്ള് നമ്മൾ ഈ ട്രെയിനിനകത്തായിരിക്കും. കാരണം നമ്മൾ നാളെ വെളുപ്പിന് ഒരു 5:30 ആകുമ്പോഴേ അങ്ങോട്ട് എത്തത്തുള്ളൂ. അതുപോലെ തന്നെ ആ സമയത്ത് ആകുമ്പോഴേ അങ്ങെത്തും. അപ്പോൾ ട്രെയിൻ പോകുന്നത് അപ്പം അങ്ങനെ ആയിട്ട് തന്നെ ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ ഈ ട്രെയിനകത്തായിരിക്കും. ഈ ഡൽഹിയിലോട്ടുള്ള ഈ ട്രെയിനിനുള്ളിലായിരിക്കും നമ്മൾ ഈ ഇന്നത്തെ ദിവസം. അപ്പം ഇന്നത്തെ ദിവസത്തിലുള്ള ഈ ട്രെയിനകത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ ഫുള്ള്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് പല്ല് വെച്ച് റെഡി ആയിട്ട് കഴിച്ചു. ഓക്കെ, ഹലോ ഗായ്സ്, നമ്മൾ ഒരുങ്ങി റെഡിയായി, ഡ്രസ്സൊക്കെ മാറി. ഇത് ഫുള്ള് ഈ ട്രെയിനിലാണ് കഴിച്ചത്. നാളെ വെളുപ്പിനെ വരെ ഈ ട്രെയിനിലാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മൊത്തം ഈ ട്രെയിനിലായിരിക്കും. നമ്മൾ മഹാരാഷ്ട്രയുടെ ബോർഡർ കഴിഞ്ഞു. ഞാൻ സൺസ്ക്രീനും സെറോൺ ടോണറും ഒക്കെ ഇട്ടിരിക്കുമോ, അതെത്ര മാറിയിരിക്കുന്നത്. നമ്മളിപ്പോൾ മഹാരാഷ്ട്രയുടെ ബോർഡർ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ മൊത്തം മറ്റേ കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ, അതെ വീട്ടിലെ സ്ഥലങ്ങളൊക്കെയാണ്. എല്ലാം രക്ഷയില്ല സ്ഥലങ്ങളാണ്. എന്നെ കണ്ട് ഇപ്പോഴാണ് എണ്ണീറ്റത്. അപ്പം ഇന്ന് മൊത്തം ഈ ട്രെയിനിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കഴിച്ചു. അപ്പം നമുക്ക് ഇപ്പം മഹാരാഷ്ട്ര കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ഓക്കെ, ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ ഒരു ബായാണ്. ബൈക്ക് നമുക്ക് मंथन भाई, मंथन नहीं मंथन. ये भाई नागपुर वाला मंथन भाई. अच्छा, ഒരു ഹായ് കൊടുത്തേ. ഇത് നമ്മുടെ ബൈ ആണ്, രാജസ്ഥാനിന്നാണ് പുള്ളി. പുള്ളിയുടെ പേര് അനുഭവ് പർമാർ അല്ലേ? അച്ഛാ നാം ബൈ. ഞങ്ങളപ്പം ഉത്തരാഖണ്ഡിലേക്ക് പോകും. ഉത്തരാഖണ്ഡ് വീഡിയോ അതാ, എനിക്കൊരു ലൈക്ക് തരാനാണ് പുള്ളിക്കാരൻ പറയുന്നത്. കണ്ടതേ ഉള്ളൂ. യൂട്യൂബ് ചാനൽ, വേറെ യൂട്യൂബ് ചാനൽ. ഒരു മിനിറ്റ് ഗൈസ്, പുള്ളിക്ക് യൂട്യൂബ് ചാനൽ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഗൈസ്, ഭായിമാർക്കൊക്കെ നമ്മുടെ ചാനൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ട്രെയിനിൽ ചായ കൊടുക്കുന്ന ഭായിമാരാണ്. പുള്ളികൾക്കെല്ലാം നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എവിടെ എത്തിയെന്ന് കാണിച്ചു തരാം മാപ്പ് വഴി. ഓക്കെ, ഹലോ ഗൈസ്, നമ്മളിപ്പം മധ്യപ്രദേശിലോട്ട് കടന്നിരിക്കുകയാണ്. ഈ കാണാൻ പറ്റുന്ന അറിയത്തില്ല, ആ നീല ഇത് കണ്ട പ്രോപ്പർ മാത്രമേ കാണുന്നുള്ളൂ. ഇതിപ്പോൾ എന്തായാലും നാഗ്പൂർ കഴിഞ്ഞിട്ട് കുറേ നേരമായി. ഇപ്പം മധ്യപ്രദേശിലോട്ട് കയറുകയാണ്. ഭയങ്കര റിസർച്ച് ഫോറസ്റ്റ് ആണ്. നാട്ടെ ഫുള്ള് കാടാണ്. കുറച്ച് കഴിയുമ്പോഴേ എന്തെങ്കിലും സ്ഥലം എത്തുന്നുള്ളൂ. നാഗ്പൂർ കഴിഞ്ഞിട്ട് കുറേ ആയിട്ടുണ്ട്. നാഗ്പൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര കിലോമീറ്ററായി? നാഗ്പൂർ കഴിഞ്ഞിട്ട് 798 കിലോമീറ്ററായി. നാഗ്പൂർ കഴിഞ്ഞിട്ട്. നാഗ്പൂർ എന്ന് പറയുമ്പോൾ പുലിയൊന്നുമില്ല, ഇവിടെ ഗ്രാമമായി. പക്ഷെ ഇതേപോലത്തുള്ള സ്ഥലങ്ങളാണ് ഈ വഴി മൊത്തം. അപ്പം ഈ ട്രെയിനിൽ ഇതേപോലത്തെ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ആരാണ്ട് പ്രാർത്ഥിക്കുന്ന അമ്പലത്തിൽ.
ഇങ്ങനെയുള്ള വഴികളാണ് ഗൈസ് ഇത് ഫുള്ള്. അപ്പം ഈ വഴികൾ മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മൾ മധ്യപ്രദേശിലോട്ട് കയറി, അതാണ് ഇന്നത്തെ പ്രത്യേകത. ഈ സമയത്തിൻ്റെ നമ്മൾ എന്തെങ്കിലും കഴിക്കണം. ഞങ്ങൾ ഷെയറിട്ടൊരു ബിരിയാണി കഴിച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. ഞാനുണ്ട്, അഭിഷേകറിയുണ്ട്, സമയം 12:30 ഗൈസ്. മധ്യപ്രദേശിൽ കയറിയിട്ടുണ്ട്. അത് നമ്മൾ ഇന്ത്യൻ റെയിൽവേയുടെ ചിക്കൻ എഗ്ഗ് ബിരിയാണി കഴിക്കാൻ പോകണം. ഓക്കെ, എഗ്ഗ് ബിരിയാണിയാണെന്ന് തോന്നുന്നു, ചിക്കൻ ഇല്ല ഗൈസ്. അപ്പം ഞാനും അഭിഷേകും അതിലല്ലെങ്കിൽ കൂടെ ഷെയറിട്ട് കഴിച്ചത്. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിക്കുന്നതാണ്, അല്ലാതെ ഇത് നമ്മൾ കൊതിയായിട്ട് കഴിക്കുന്നതല്ല ഗൈസ്. പ്രോപ്പർ മീലല്ല. ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഡൽഹി വരെ ജീവനോട് എത്തുമ്പോൾ നമുക്ക് ഒരു ഉറപ്പുമില്ല. എന്നാലും ഇന്ത്യൻ റെയിൽവേയോടുള്ള വിശ്വാസപൂർവ്വം കഴിക്കുകയാണ്. ഓക്കെ, അത് കഴിച്ചിട്ടാണോ വലിയ രസമല്ലേ? അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഒരു സ്പൂൺ ഞാൻ റൈസ് മാത്രം കഴിക്കുകയാണെങ്കിൽ കൊള്ളാം. അങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. മുട്ട എങ്ങനെയാണ് നോക്കട്ടെ. മുട്ട എല്ലാം കോഴിയുടെ അല്ലേ ഇവന്മാർ ഉണ്ടാക്കുന്നതല്ലേ, ഇവന്മാർ പുഴുങ്ങുന്നതല്ലേ ഉള്ളൂ. അതിൽ പറയാം മുട്ടയ്ക്ക് വേറെ ടേസ്റ്റാണ്. മഹാരാഷ്ട്രയിലെ മണ്ടനാണ് മണ്ടൻ. ഡൽഹിയിലെ കറുത്ത മുട്ട കഴിച്ചവരാണ്. ആഫ്രിക്കക്കാരുടെ കറുത്ത മുട്ട കഴിച്ച ആളാണ് ഇവൻ. പച്ചക്കടൽ, ഗ്രീൻ കടൽ ഇന്ത്യയിലെ. അപ്പോൾ നമുക്ക് ഈ പച്ചക്കടൽ ട്രൈ ചെയ്ത് നോക്കാം. കാണാൻ നല്ലൊരു ഫുഡ്, പക്ഷേ കഴിക്കാൻ കൊള്ളാം. വലിയ രസമൊന്നുമില്ല. ആണേ പച്ചക്കടലക്കകത്ത് തക്കാളി, സവാള, പിന്നെ നാരങ്ങയുടെ നീര്, ഇതൊക്കെ ഇട്ടൊരു സംഭവം. ഇത് മഹാരാഷ്ട്ര ബോർഡർ കഴിഞ്ഞാൽ പിന്നെ ഈ സംഭവങ്ങളേ ഉള്ളൂ. കൊള്ളാന്നാണ് പറയുന്നത്. ഇപ്പൊ എണ്ണിച്ചതേ ഉള്ളൂ, പല്ലുമില്ല തെറ്റില്ല. ഗൈസ്, ട്രെയിൻ ഹോസ്റ്റസ് നമ്മ അടുത്തെത്തി. ഒരപ്പ വേണ്ട പേടിച്ച് കുറിയൊക്കെ ഇട്ടോ നിൽക്കുന്നുണ്ട്. ഞാൻ ദയാറാം. അപ്പൊ ദയാറാമാണ് പുള്ളി ട്രെയിൻ ഹോസ്റ്റസിനെ പേടിച്ച് വന്നിരിക്കുകയാണ് ഗൈസ്. അതാ ട്രെയിൻ ഹോസ്റ്റസ് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ലോറി ചിരിക്കല്ലേ, ശിവയുടെ അടുത്ത ആളാണ്. പാവടാ, എന്തോ ഭാഗ്യമുണ്ട്. അടുത്തൊന്നും പറഞ്ഞില്ല ഇവനാ. ദാണ്ട് കൊച്ചു കള്ള ഒളിച്ച് പേടിച്ചിരിക്കുന്നു. വെറുതെ പേടിച്ചണ്ണ. നമ്മളൊരു തുരങ്കത്തിലോട്ട് കയറാൻ പോണേ. बोलो എടുത്തോട്ട് ചാടിക്കളയല്ലേ. നീ കൊച്ചിനെ എടുത്തോണ്ട് അങ്ങോട്ടോ ഇതേ ഇതിനെ ഭിക്ഷ എടുക്കാനായിട്ട് അവരുടെ അമ്മ അച്ഛനും വിടുന്നതാണ്. കണ്ടപ്പോൾ സത്യം പറഞ്ഞ വിഷമമായി. ആ, ഇത് മാത്രമേ അറിയത്തുള്ളൂ. പൈസ തരാൻ പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. देखो गाइस, भोपाल है, ഭോപ്പാൽ ജംഗ്ഷൻ. അപ്പോൾ ഗൈസ് നമ്മൾ ഭോപ്പാൽ ജംഗ്ഷനിലാണ്. നമ്മളൊക്കെ അപ്പം ഇവിടെയാണ് ട്രെയിൻ നിർത്തിയിരിക്കുന്നത്. നമുക്ക് ട്രെയിനിലായിട്ട് തിരിച്ച് കയറാം. നിങ്ങളെ ഭോപ്പാൽ ജംഗ്ഷൻ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഓക്കെ, ഹലോ ഗൈസ്, സമയം ഏകദേശം ഒരു 12 മണി സമയം കാണും. 12 മണി 12:30
മധ്യപ്രദേശിൻ്റെ ബോർഡർ കടക്കാറായി. സമയം തൊണ്ടയൊന്നും വയ്യ, ഇവിടെ നല്ല തണുപ്പ്. ഈ ജാക്കറ്റ് സെറ്ററൊക്കെ എടുത്തിട്ടേക്കുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാത്റൂമിലാണ് ഗൈസ്. കാരണം കുറച്ച് വെട്ടം ക്യാമറയ്ക്കകത്ത് കറക്റ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ബാത്റൂമിൽ വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. സ്ലീപ്പർ ക്ലാസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂമിൽ. അതുകൊണ്ട് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്നത്തെ ഡേ 2 വ്ലോഗ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഭയങ്കര തണുപ്പ് ഗൈസ്, ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ സംസാരിക്കാൻ പോലും ഒക്കുന്നില്ല. ഞാനിപ്പം ഡേ 3 വ്ലോഗ് ആയിട്ട് വരുന്നതായിരിക്കും. ഡൽഹിയെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഇന്നത്തെ ഡേ 2 വ്ലോഗ് ഞാൻ ഇന്ന് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ